ഈ പുംസവന വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും സത്യമായിട്ടും ഒരു പുത്രൻ ജനിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ അടുത്ത ഇതിൽ നമുക്ക് പുംസവനം അതൊരു വ്രതമാണ്. അത് പുംസവനം സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ളതാണ്. പുംസവന വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് അതിൽ പല നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം. അതായത് ഉദ്ദേശശുദ്ധി, അതാണ് അതിൽ വേണ്ടത്. കാരണം ഈ പുംസവനം ഉപദേശിച്ചു കൊടുക്കുന്നത് കശ്യപൻ ദിതിക്ക് ഉപദേശിച്ചു കൊടുക്കണ, അതായത് അസുരമാതാവാണ് ദിതി, അല്ലെ? ദൈത്യന്മാരുടെ അമ്മയാണ് ദിതി. എപ്പോഴും അസുരന്മാർക്ക് തപസ് ചെയ്യണത്, തപസ് ചെയ്യും. ആരെങ്കിലും നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അസുരൻ തപസ് ചെയ്യാറുണ്ടോ? ഇല്ല, അല്ലെ? ഉദ്ദേശശുദ്ധി അവർക്കില്ല. അവർക്ക് ആരെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ മരണം ഇല്ലാതാവണം. ഇങ്ങനെയുള്ള ഉദ്ദേശശുദ്ധി ഇല്ലാത്ത തപസ്സാണ് ഇവരെല്ലാവരും ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ അതിൻ്റെ അമ്മയാണ് ദിതി. ദിതിക്ക് ഈ ഇതാണ് കാരണം. ഈ ഇന്ദ്രന് ഏറ്റവും ഉത്കൃഷ്ടനായ ഇത് അല്ലെ കശ്യപന്റെ മക്കളാണ്. 13 ഭാര്യമാരിൽ ദിതി, അതിഥി, കാഷ്ട, അങ്ങനെ അങ്ങനെ പോകും, സരമ, അങ്ങനെ പോകും 13 ഭാര്യമാര്. അതിൽ അതിഥിയാണ് ആദിത്യന്മാരുടെ അമ്മ, ദേവന്മാരുടെ അമ്മ ദിതി. അപ്പോൾ ചേടത്തി അനിത്യന്മാരാണ്. പക്ഷെ ഭർത്താവ് ഒന്നാണ്, കശ്യപനാണ്. ഈ കശ്യപൻ ഈ 13 വീട്ടിലും ഏത് സമയത്തും വേണമെങ്കിൽ കയറി ചെല്ലാം. അങ്ങനെ ഒരു സന്ധ്യാസമയം കയറി ചെന്നിട്ടാണ് 2 ലോകകണ്ടകന്മാരായ 2 പേരുണ്ടായി, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഉണ്ടായേ, അല്ലേ? അതിലെന്താണ്, ഇന്ദ്രനേക്കാളും വെല്ലുന്ന ഒരു പുത്രൻ എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതാണ് ഉദ്ദേശശുദ്ധിയില്ല ദിതിക്ക്. അതുകൊണ്ടാണ് അത് സന്ധ്യാസമയം, അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു പുത്രൻ ജനിക്കേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ ദിതി ഈ പുംസവനത്തിൻ്റെ ഇതിൽ പറയുമ്പോൾ ദിതി ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് കയറി ചെല്ലുകയാണ് വീട്ടിലേക്ക്, ദിതിയുടെ വീട്ടിലേക്ക്. അവിടെ കയറി ചെല്ലുമ്പോൾ ദിതി ഭയങ്കരമായിട്ട് ആ കശ്യപനെ സ്വീകരിക്കും. പാലൊക്കെ കൊണ്ടേ കൊടുക്കപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടേ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റൂലേ, ഇങ്ങനെ എന്തോ ഒരു കാര്യസാധ്യം ഉണ്ട്, അല്ലേ? സ്ത്രീകൾ പൊതുവേ അങ്ങനെയാണ്. അതുവരെയൊക്കെ നല്ല നടക്കണേ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് എന്തോ ഒരു കാര്യം നടക്കാനുണ്ട് എന്നുള്ളത്. നല്ലതൊക്കെ കൊടുക്കുമ്പോൾ കശ്യപന് ഒരു സംശയം തോന്നും, ദീദി ഇത് നല്ലോണം ഉള്ള പെരുമാറണം, എന്താണ് നിനക്ക് വേണ്ടേ, അല്ലേ? നിനക്ക് എന്ത് വരമാണ്, എന്നിൽ നിന്ന് എന്താണ് നിനക്ക് സാധിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് പതുക്കെ വന്നിരുന്നിട്ട് പറയണേ, ആ ഇന്ദ്രൻ, അല്ലേ, അവൻ കാരണമാണ് എൻ്റെ മക്കൾക്കെല്ലാം നാശം വരുന്നത്. എപ്പോൾ നോക്കിയാലും എല്ലാവരെയും ഉപദ്രവിക്കും, അല്ലെങ്കിൽ അസുരന്മാരെല്ലാവരും തോറ്റെല്ലാം പോണത് ഈ ഇന്ദ്രൻ ഒറ്റൊരുത്തം കാരണമാണ്. അതുകൊണ്ട് ആ ഇന്ദ്രനെ കൊല്ലാൻ പറ്റണ ഒരു മകൻ എനിക്ക് ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റല്ലേ? ഇന്ദ്രൻ ആരാണ്? ഈ കശ്യപന്റെ മകൻ തന്നെയാണ്. 2 പേരിലുള്ള മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാരണം ഒരു ഭർത്താവ് ഭാര്യ എന്താവശ്യപ്പെട്ടാലും ഒരാഗ്രഹം പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണെന്ന് അറിയാവുന്ന കശ്യപൻ ദിതിക്ക് മനസ്സിലാലോചിച്ചു, ഇവള് എന്താണ് ചിന്ത, അല്ലേ? ദുരുദ്ദേശത്തോടു കൂടി ഒരു മകനെ കൊല്ലാൻ വേണ്ടി ഒരു മകൻ ഉണ്ടാവണം, അല്ലേ? രണ്ടും എൻ്റെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ ദിതിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയും വേണം. എന്താണ് ഇപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് 1 മിനിറ്റ് ആലോചിക്കുകയാണ് കശ്യപൻ. ശരി, ഞാൻ നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. അതിനു വേണ്ടി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പുംസവനം എന്ന ഒരു വ്രതം. ആ പുംസവന വ്രതം 1 കൊല്ലം ആചരിക്കേണ്ടതാണ്. അത് ഭയങ്കര, അതായത് അനുഷ്ഠിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വ്രതം. 1 കൊല്ലം വേണം. അതിനിടയ്ക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ അനുഷ്ഠിച്ചാൽ നിനക്ക് ഇന്ദ്രനെ കൊല്ലാനുള്ള ഒരു പുത്രൻ ഉണ്ടാകും, അതിന് സംശയമില്ല. കാരണം വ്രതത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ അത് തെറ്റാതെ അനുഷ്ഠിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നേരെ ഇന്ദ്രനെ കൊല്ലണതിന് പകരം അവൻ്റെ കൂടെ പോയി കളയും. കാരണം കൊണ്ടുപോകും എന്നുള്ളത് നേരത്തെ പറഞ്ഞു കൊടുക്കുകയില്ല. ഒരു കാര്യത്തിൽ ദൃഢനിശ്ചയം, അതായത് ഇന്ദ്രനെ കൊല്ലണം എന്നുള്ള ദുരുദ്ദേശം മാത്രമേ ദിതിക്കുള്ളത് കൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ശരി ഞാൻ ഈ വ്രതം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുംസവന ഇത് പറഞ്ഞു കൊടുക്കാം. വളരെ അനുഷ്ഠിക്കാൻ വളരെ പാടുള്ള ഒരിത്, അല്ലേ? മന്ത്രങ്ങൾ ഇത് പിന്നീട് വായിക്കാം. ഇത് എങ്ങനെയാണെന്നും കൂടി ചോദിച്ചാൽ നമുക്ക് ഈ പുംസവന വ്രതത്തിനെ പറ്റി നല്ലോണം അറിയാൻ സാധിക്കും. ഭയങ്കര പാടുള്ള ഒരു വ്രതമാണ്. അതായത് ലക്ഷ്മി ദേവിയോട് കൂടിയാണ്, ഭഗവാനെയാണ് ആ പുംസവന വ്രതത്തിലെ അതായത് ഭഗവാനെ മാത്രമല്ല അതിലെ മന്ത്രം ജപിക്കുന്നത് ഒരു ലക്ഷ്മി ദേവിയോടാണ്. അപ്പോൾ 2 പേരും കൂടിയുള്ള ഒരു ഇതിനെയാണ് സ്തുതിക്കേണ്ടത്. ആ ഭഗവാനെ
അതിലെ പറയുന്നുണ്ടല്ലേ, ആ ഭാഗം ഒന്ന് ആ സ്തുതി വേണമെങ്കിൽ വായിക്കാം. എന്താ, ഏത് സ്തുതിച്ചുകൊണ്ടാണ് വായിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. വിഷ്ണുഭഗ്നി മഹാമായേ മഹാപുരുഷലക്ഷണേ പ്രിയേദാമേ മഹാഭാഗേ ലോകർമാതർ നമോസ്തുതേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സഹ മഹാവിഭൂതിബിർബലിം ഉപഹരണാദീതി അനേന അഹരഹർമന്ത്രേണ വിഷ്ണോരാവാഹന അർഘ്യപാദ്യോപസ്പർശന സ്നാനവാസ ഉപവീത വിഭൂഷണഗന്ധ പുഷ്പധൂപ ദീപോപഹാരദ്യുപശാരാം ച സമാഹിത ഉപാഹരേത്. ആണ് മന്ത്രം. ആ മന്ത്രം വേണം ഈ ഒരു കൊല്ലവും ജപിക്കേണ്ട മന്ത്രം. ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ ശ്ലോകം വായിച്ചത് 6 തുടങ്ങി 10 വരെയുള്ളതിലാണ് ഈ മന്ത്രത്തിന്റെ ഉപദേശം. അതായത് 37 അഷ്ടമസന്ധിലെ 37ാമത്തെ ശ്ലോകമാണ് പറയണത്. വ്രതഭംഗം വരുത്താതെ നോക്കിയാൽ ഇന്ദ്രഹന്താവായ പുത്രൻ ജനിക്കും. അതാണ് പുത്ര സന്താന ലബ്ധിയാണ് അതിൻ്റെ ഇത്. അതായത് ഇതിന് ഭയങ്കരമാണ്. അത് കേട്ട് പഠിക്കേണ്ടത്, ആലോചിച്ചെടുക്കേണ്ടതാണ്. ജീവികളെ ദ്രോഹിക്കരുത്, ആരെയും ശപിക്കരുത്, അസത്യം പറയരുത്, നഖരോമങ്ങൾ മുറിക്കരുത്. ഒരു കൊല്ലക്കാലത്തേക്കുള്ളതാണ്. അമംഗള വസ്തു സ്പർശിക്കരുത്, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുത്, കോപിക്കരുത് ആരോടും, ദുർജന സഹവാസം അരുത്. ദുർജനങ്ങളാണെങ്കിൽ അവരോട് സംഭാഷണം പോലും അരുത് എന്നാണ്. ഒരിക്കൽ ധരിച്ച മാല പിന്നീട് ധരിക്കാൻ പാടില്ല. ആരുടെയും ഉച്ഛിഷ്ടം, ആരുടേതായാലും ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ പാടില്ല. മാംസഭക്ഷണം പാടില്ല. അതുപോലെ തന്നെയാണ് ഭദ്രകാളിയുടെ പ്രസാദം കഴിക്കരുത്. ഇത് തമോ ഗുണ ഇതുള്ളത് കൊണ്ടാണ് ഭദ്രകാളി പ്രസാദം കഴിക്കരുതെന്ന് പറയുന്നത്. വെള്ളം കൈക്കൊമ്പിളിലെടുത്ത് കുടിക്കരുത്. കൈ കഴുകാതെയും കുളിക്കാതെയും ഇരിക്കരുത്. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് തലമുടി അഴിച്ചിടരുത്. അലങ്കാരങ്ങൾ കൂടാതെ ദേഹം മറയ്ക്കാതെയും പുറത്തേക്ക് പോകാൻ പാടില്ല. നനഞ്ഞ പാദത്തോടെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. വടക്കോട്ടും പടിഞ്ഞാറോട്ടും തല വെച്ച് കിടന്ന് ഉറങ്ങരുത്. നഗ്നയായി കിടക്കരുത്. സന്ധ്യയ്ക്ക് ഉറങ്ങരുത്. ഗോക്കള് വിപ്രന്മാര് ഇവർക്കൊക്കെ അന്നം നൽകണം. ഓരോ ദിവസം ഈ മന്ത്രം എല്ലാ ദിവസവും ജപിച്ച് അതിനുശേഷം ഇവർക്ക് എല്ലാവർക്കും, വിപ്രന്മാർക്ക് അതുപോലെ തന്നെ പശുക്കൾക്ക് എല്ലാവർക്കും ഭക്ഷണം എല്ലാം നൽകണം. അതുപോലെ തന്നെ ഭർത്താവിനെ ഈശ്വരനായി കണ്ട് ആരാധിക്കണം. അതുപോലെ ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചാൽ ആ പുത്രന്മാർ ഇല്ലാത്തവർ പോലും പുത്രൻ ജനിക്കും എന്നാണ്. ഇത് ഇത്തിരി കടുപ്പാണ്. അതുകൊണ്ട് ഇത് അനുഷ്ഠിച്ചാൽ, ഈ പുംസവന വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും സത്യമായിട്ടും ഒരു പുത്രൻ ജനിക്കും. പക്ഷെ ഉദ്ദേശം നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് തെറ്റുപറ്റിയത്. പക്ഷേ പുംസവന വ്രതം പുത്രലബ്ധിക്ക് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് തെറ്റിക്കണം. കാരണം ഇന്ദ്രൻ അവിടെ വരണതും ഇതാണ് ഇതിൻ്റെതായ പുംസവനവ്രതത്തിനെ പറ്റി പറയാണ്. ഇതാണ് ഈ മന്ത്രം പറഞ്ഞ പോലെ, വായിച്ച പോലെയാണ് ഈ മന്ത്രം. അതുകൊണ്ട് ആരും കുട്ടികളില്ലാത്തവരായാലും പുംസവനവ്രതം ഇനി അത് ഇക്കാലത്ത്, ഈ കലികാലത്ത് അനുഷ്ഠിക്കാൻ വളരെ പാടാണത്. ഇതൊക്കെ എഴുതിയത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തതാണ്. കശ്യപൻ അതിനു മുമ്പേ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ഇത് അനുഷ്ഠിച്ചാൽ പുത്രനുണ്ടാകും. പക്ഷെ ആരും ദ്രോഹിക്കാൻ പാടില്ല, അല്ലേ? ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ അത്, ആ ഒരു ദുരുദ്ദേശത്തോടു കൂടി ആർക്ക് ചെയ്താലും അത് മറിച്ചാവും ഫലം. അത് നേരത്തെ കശ്യപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വ്രതം അനുഷ്ഠിച്ചു, അത് എൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഒരു കൊല്ലക്കാലം അനുഷ്ഠിച്ചു. അത് ഗർഭം ധരിച്ച് 10 മാസമായി, പ്രസവിക്കുന്ന സമയമായിപ്പോൾ വളരെ ക്ഷീണമായി. ദിതിക്ക് ക്ഷീണത്തോടുകൂടി ഇന്ദ്രൻ അവിടെ വന്നിട്ടുണ്ട് ശുശ്രൂഷിക്കാൻ, ചെറിയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. തന്നെ കൊല്ലാനാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പുത്രനെ എന്നറിയുന്ന ആ ഇന്ദ്രൻ ഒരു കുട്ടി ബാലരൂപത്തിൽ വന്ന് ചെറിയമ്മയെ ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട്. വ്രതഭംഗം എവിടെ വരും എന്ന് നോക്കി നടന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വളരെ ക്ഷീണിതയായ ദിതി ഒരു സന്ധ്യാസമയത്ത് ഒന്ന് ക്ഷീണിച്ചൊന്നിരുന്നു.
അയ്യോ അപ്പോൾ എന്താണ് എപ്പോഴാ ഇനി സമയമില്ല എന്നെ കൊല്ലും എന്നുള്ള ആ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് വളരെ ക്ഷീണമുണ്ട്, എനിക്ക് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തു, ഒന്ന് വീശിയൊക്കെ കൊടുത്തു അല്ലേ, നമ്മൾ ഉറക്കം ആ ഗർഭിണികളുടെ ആ ലാസ്റ്റ് സമയത്തുള്ള ക്ഷീണത്തിന് ഇത് വീശിയൊക്കെ കൊടുത്തൊന്ന് കിടന്നോളാൻ പറഞ്ഞു, മടിയിൽ കിടത്തി. ഒറ്റന്ന് ഒന്ന് ഉറങ്ങിപ്പോയി. ആ സന്ധ്യാസമയത്ത് നിദ്ര പാടില്ല എന്ന് പറഞ്ഞ ആ നിദ്രാഭംഗം, ആ വ്രതഭംഗം അവിടെ സംഭവിച്ചപ്പോഴാണ് ഇന്ദ്രൻ തൻ്റെ യോഗ ശക്തിയാൽ ഉള്ളിൽ കിടക്കുന്നതും ആ കുട്ടിയെ അല്ലേ 7 കഷ്ണങ്ങളായിട്ട് വെട്ടി നുറുക്കണം. അതായത് വ്രതം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയാണ്. കാരണം അതുകൊണ്ടാണ് ആ കുട്ടികൾ മരിക്കാതിരുന്നത്. 7 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് പോലും ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അതെല്ലാം കരഞ്ഞു തുടങ്ങി. കരഞ്ഞു കഴിയുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? അതായത് രോദനം ചെയ്യാണ്, കരയരുതെന്ന് പറഞ്ഞ് ഈ 7നെ വീണ്ടും 7 വെച്ചപ്പോൾ 7 × 7 49 കഷ്ണമായിട്ട് മുറിച്ചു. അവസാനം 49 പ്ലസ് ഒരാളായിട്ട് പുറത്തു വന്നു. പക്ഷെ വ്രതം ഇത്രയും അനുഷ്ഠിച്ചതുകൊണ്ട് ദിതിയുടെ സ്വഭാവം അതാണ്, നമ്മളെ എന്ത് അനുഷ്ഠിച്ചാലും നല്ല ചെയ്താലും ഉദ്ദേശമൊന്നും ഇതല്ലെങ്കിലും ആ അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിന് ഒരു നല്ല ഭാവത്തിലേക്ക്, സാത്വിക ഭാവത്തിലേക്ക് ദിതി എത്തി. ശരിക്കും തമോ ഗുണമുള്ളവളാ, പക്ഷെ ആ സാത്വിക ഭാവത്തിലേക്ക് എത്തിയോണ്ട് ആ മകനായിട്ട് സ്വീകരിച്ചല്ലേ, ഞാൻ അമ്മയുടെ മകനാണ്, ഞാനും വന്നു അല്ലേ 50, അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ, ഒരു ഇത് കൊടുക്കാതെ, ഒരു ശാപം കൊടുക്കാതെ അത് സമ്മതിച്ച്, അതാണ് അവരെയാണ് മരുത്തുക്കൾ എന്ന് പറയുന്ന കാറ്റാണ് അവരെ ഇന്ദ്രൻ കൊണ്ടുപോകുന്നതുമായിട്ടാണ്. അതാണ് വ്രതം, പുംസവനവ്രതം എന്ന് പറയുന്നു. ഇനി ഇതുപോലെ തന്നെ അല്ലെ, ഒരുപോലെ എന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്താലും അന്യരെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത്. ഇതാണ് ഈ പുംസവനവ്രതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരിത് പാഠം അല്ലെങ്കിൽ തത്വം അറിഞ്ഞിരിക്കേണ്ടത് ഇത് മാത്രമാണ്. എല്ലാം ആ തൃപ്പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ.